നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നാടിനെ ഏറെ നടുക്കിയ കഠിനംകുളം ആതിരയുടെ കൊലപാതകം. ആ കൊലപാതക കേസിലെ പ്രതി ജോൺസൺ ഔസേപ്പിനെ കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടിയിരുന്നു. ഇയാൾ ഇപ്പോൾ ചികിത്സയിലാണ്. ഇയാൾ വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. എന്തായാലും ഇയാളുടെ ആരോഗ്യനില ഈ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയ ഉടൻ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തും എന്ന നീക്കത്തിനാണ് പോലീസ് ആയിരിക്കുന്നത്. കോട്ടയത്ത് നിന്നായിരുന്നു ഇയാളെ പിടികൂടിയത്. തിരുവനന്തപുരത്ത് വന്ന് കൊലപാതകം നടത്തിയ ശേഷം ഇയാൾ കോട്ടയത്തേക്കാണ് രക്ഷപ്പെട്ടത്. ഇയാളെ കുടുക്കിയത് ഒരു വീട്ടമ്മയാണ്. എങ്ങനെയാണ് ഇയാൾ കുടുങ്ങിയത് എന്നതടക്കമുള്ള വിശദാംശങ്ങൾ നമുക്ക് നോക്കാം. ഇയാൾ മുൻപ് ജോലി ചെയ്ത വീട്ടുകാരുടെ തന്ത്രപരമായ നീക്കം, ഈ നീക്കത്തിലൂടെയാണ്, ഈ വീട്ടുകാരുടെ നീക്കത്തിലൂടെയാണ് പ്രതിയെ കുടുക്കാൻ സാധിച്ചത്. കോട്ടയം ചങ്ങനാശ്ശേരി കുറിച്ചിയിലെ വീട്ടിലേക്ക് ഇന്നലെ ഇയാൾ എത്തി. വീട്ടുകാരാണ് ഇയാളെ തിരിച്ചറിഞ്ഞിട്ട് ചിങ്ങവനം പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസ് എത്തി ഇയാളെ പിടികൂടുകയും ചെയ്തത്. കഴിഞ്ഞ ദിവസം വാർത്തകളിലൂടെ പ്രതിയെ തിരിച്ചറിഞ്ഞു. ഇതോടെയാണ് ജോൺസൺ ഔസേഫ് വീട്ടിലേക്ക് എത്തിയതെന്നും വീട്ടുടമ രമ്യ രാധാകൃഷ്ണൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുകയാണ്. എന്തായാലും ഇയാൾ തിരിച്ചെത്തിയതോടെ പോലീസ് വരുന്നത് വരെ വീട്ടുകാർ പ്രതിയെ പോകാൻ അനുവദിച്ചില്ല. മുമ്പ് 1 മാസം ജോൺസൺ കുറിച്ചിലെ ഈ വീട്ടിൽ ജോലി ചെയ്തിരുന്നുവെന്നാണ് വീട്ടുടമസ്ഥ പറയുന്നത്. ഫേസ്ബുക്കിലൂടെയാണ് ഇവർ വാർത്ത അറിഞ്ഞത്. ഈ വീട്ടമ്മയുടെ അനിയത്തിയാണ് വാർത്ത കാണിച്ചു കൊടുത്തത്. നമ്മുടെ വീട്ടിൽ അച്ഛനെ നോക്കാനായി നിന്നിരുന്ന ആളാണ് ഇതെന്ന് അവർക്ക് മനസ്സിലായി. ഇതോടെ വൈകിട്ട് 3:15 ഇയാൾ വീട്ടിലേക്ക് വരികയും ചെയ്തു. അച്ഛൻ വിളിച്ച് തന്നെ നോക്കാൻ വരുന്നയാൾ എത്തിയെന്ന് പറഞ്ഞു. താൻ വീട്ടിലേക്ക് എത്തി പോലീസിനെ വിവരം അറിയിച്ചു. അച്ഛൻ കാലൊടിഞ്ഞു കിടക്കുകയായിരുന്നു. അച്ഛനെ നോക്കാൻ വേണ്ടിയാണ് ഏജൻസി വഴി ആളെ തേടിയത്. അങ്ങനെയാണ് ജോൺസൺ വീട്ടിലേക്ക് ജോലിക്ക് വന്നത്. ഡിസംബർ 8 വന്ന് ജനുവരി 7 വരെ ജോലി ചെയ്ത് തിരികെ പോയി. പിന്നീട് ഇന്നലെയാണ് വീട്ടിലേക്ക് വന്നത്. ഇയാളുടെ കുറച്ച് വസ്ത്രങ്ങൾ വീട്ടിലുണ്ടായിരുന്നു. അത് എടുക്കാനാണ് ഇവിടേക്ക് വന്നത് എന്നാണ് ഈ വീട്ടുകാരുടെ നിഗമനം. അച്ഛനെ നോക്കാനായി എത്തിയ ആളായതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ തന്നെയായിരുന്നു താമസമെന്നും ജോൺസൺ വീട്ടിലെത്തിയപ്പോൾ വിവരം പോലീസിനെ വിളിച്ച് അറിയിച്ചുവെന്നും രമ്യ പറഞ്ഞു. ജോലി ചെയ്തിരുന്ന കാലത്ത് സൗമ്യമായ ഇടപെടലായിരുന്നു ജോൺസന്റേതെന്നും എലിവിഷൻ കഴിച്ചതിനെ പറ്റി അറിയില്ല എന്നതടക്കമുള്ള ഒരു പ്രതികരണമാണ് ഈ ഒരു വീട്ടുടമസ്ഥ നടത്തിയിരിക്കുന്നത്. കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള അധികമായിട്ട് ഒന്നും സംസാരിക്കാത്ത ഒരു വ്യക്തിയാണ് ജോൺസൺ എന്നാണ് ഈ വീട്ടുടമസ്ഥ പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും ഇയാള് തിരിച്ച് വീട്ടിലേക്ക് അവിടെ തന്നെ വന്നതാണ് ഏറെ നിർണായകമായതും ഇയാളെ പിടികൂടാൻ കഴിഞ്ഞതും എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്തായാലും ഈ വിഷം കഴിച്ചതിനെ പറ്റി വീട്ടുടമസ്ഥർക്ക് യാതൊരു അറിവുമില്ല. കാരണം ഇയാൾ നടന്നു പോകുന്നുണ്ടായിരുന്നു. വിഷം കഴിച്ചതിന് യാതൊരു ലക്ഷണങ്ങളും ഉണ്ടായിരുന്നില്ല. വളരെ പെട്ടെന്ന് തന്നെ പോലീസ് പിടികൂടുന്നു. പോലീസ് പിടികൂടിയ ശേഷം എന്തായാലും വിഷം കഴിക്കാൻ സാധ്യതയില്ല. അതിനു മുന്നേ എപ്പോഴായിരിക്കാം വിഷം കഴിച്ചതെന്നതിനെ പറ്റിയൊന്നും ഒരു വ്യക്തത വന്നിട്ടില്ല. കൊല്ലം തളവാപുരം സ്വദേശിയാണ് ജോൺസൺ ഔസേഫ്. കൊല്ലപ്പെട്ട ആതിരയുടെ ഇൻസ്റ്റഗ്രാം സുഹൃത്ത്. ഇയാൾ 5 വർഷം മുൻപ് വിവാഹമോചനം നേടി. കൊല്ലം സ്വദേശിയാണ്. പക്ഷേ ഭാര്യയുടെ നാടായ എറണാകുളത്തെ ചെല്ലാനത്താണ് താമസിക്കുന്നത്. ആതിരയുമായി ജോൺസന് 1 വർഷത്തോളമായി അടുപ്പമുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ റീൽസുകൾ പങ്കുവെച്ച് ഇവരുടെ സൗഹൃദം തുടങ്ങി. പിന്നീട് പ്രണയത്തിലേക്ക് വഴിമാറി. ഭർത്താവും 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനുമുള്ള ആതിരയോട് ഒപ്പം വരാൻ ജോൺസൺ നിർബന്ധിച്ചു. എതിർത്തപ്പോൾ ഭീഷണിപ്പെടുത്തി ആതിരയിൽ നിന്ന് പണം വാങ്ങി. ആതിരയിൽ നിന്ന് ഇയാൾ 1 ലക്ഷത്തോളം രൂപ പല തവണയായി വാങ്ങി. കൊല്ലപ്പെടുന്നതിന് 3 ദിവസം മുൻപ് 2500 രൂപ ആതിര നൽകി. 5 മാസത്തിനിടെ പലതവണ കടലംകുളത്ത് ഇയാൾ വന്നു. കൊലപാതകത്തിന് 5 ദിവസം മുൻപ് പെരുമാതുറയിലെ ലോഡ്ജിൽ ഇയാൾ മുറിയെടുത്ത് താമസിച്ചു. സംഭവത്തിന് ശേഷം ഇയാൾ മുറിയൊഴിഞ്ഞു. ആതിരയുടെ സ്കൂട്ടറിലാണ് ഇയാൾ കടന്നത്. പിന്നീട് ചെറിയങ്കീഴ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ പ്രതി ട്രെയിനിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു. 7 മാസം മുൻപ് ജോൺസനെ കുറിച്ച് ആതിര പറഞ്ഞതായി ഭർത്താവും പോലീസിനോട് വെളിപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.